ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടുക. കാരണം ഈ ഒരു വീഡിയോയിലോട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് ഇതെന്താടാ നീ വെളുപ്പിക്കാൻ വന്നതാണോ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചില രീതിയിൽ ആൾക്കാർ ചിന്തിച്ചേക്കാം. കാരണം അമ്മാതിരി PR വർക്കും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് FBയിലും ഇൻസ്റ്റയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഞാനിതിവിടെ പറഞ്ഞത്. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടുക. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ ശത്രുവിനെയല്ല, നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ തോളെ കയറ്റി കിടക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ വേണം നമ്മൾ പേടിക്കാൻ. കാരണം നമ്മളെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ആ ഒരു വ്യക്തിക്കറിയാം. നമ്മൾ അയാളുടെ അടുത്ത് എന്ത് സംസാരിക്കാനും ഒരു മടിയും കാണിക്കാറില്ല. കാര്യം മൂന്നാമതൊരാൾ അറിയുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്തായിരിക്കും നമ്മൾ ആളുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ടോക്ക് മൂന്നാമതൊരാൾ കേൾക്കുമ്പോഴത്തേക്കിനും അയാൾക്ക് ഒരു പക്ഷേ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തേക്കാം. ആ രീതിയിൽ നമ്മൾ ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നുള്ളതൊക്കെ വന്നേക്കാം. അപ്പോഴും നമ്മൾ ആ ഒരാളുടെ അടുത്തുള്ളൊരു ട്രസ്റ്റിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. ഇത് ഇയാൾ നാളെ ഇതൊന്നും എടുത്ത് പുറത്ത് വിടില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. അങ്ങനെ ഇയാൾ നാളെ അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എടുത്ത് പുറത്ത് വിടുമ്പോഴത്തേക്ക് ആ പുറത്ത് വിട്ടേക്കുന്ന ഫ്രണ്ടിനെ എന്നാ പേരിട്ട് വിളിക്കണം. അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സംഭവം നമ്മുടെ രമേശ് പിഷാരടിയുടെ ലീക്ക് അയക്കുന്ന ഒരു കോൾ റെക്കോർഡിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ആവുന്നുണ്ട്. രമേശ് പിഷാരടി ഇപ്പം രാഹുൽ മാങ്കുട്ടത്തിന്റെ തൊട്ട് പിന്നാലെ തന്നെ രമേശ് പിഷാരടി പാലക്കാടിന് ഇപ്പം എന്താണ്ട് കോഴികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മാസി ഹേറ്റും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ രമേശ് പിഷാരടിക്ക് എതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാനിവിടെ സൈഡിലോട്ട് ഒരു ഫോട്ടോ കൊടുക്കാം. ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉള്ളത് കൊണ്ട് എന്ത് ഡബിൾ മീനിങ് വർത്താനം അയാളുടെ അടുത്ത് പോയി പറയാം എന്നുള്ളതിന്റെ ലൈസൻസോ കാര്യങ്ങളൊന്നും അല്ല. ബട്ട് അവര് ഇപ്പം രമേശ് പിഷാരടി ഈ ഒരു MLA ആയിട്ട് ജയിച്ച സമയത്തേക്ക് പുള്ളിക്കാരി കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നത്. ഇനി നമുക്ക് ആ ഒരു കോൾ റെക്കോർഡിങ്ങിലോട്ട് പോകാം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഉഫ്, അങ്ങനെയൊന്നല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ. പിശു പിഷ്ക എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയായി പോയി നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് സിമ്പിൾ ലോജിക്ക് വെച്ചൊന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിങ് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് പുറത്ത് വിടാനൊരു ഉദ്ദേശം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മൾക്ക് നെഗ് വരുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ശ്വേതാമേനയാണ് നമുക്കിവിടെ കേൾക്കാൻ നമുക്കിവിടെ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ ശ്വേതാമേനൻ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ പിടുത്തൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ രമേശ് പിഷാരടി എന്താണ് ഭയങ്കര ഈ ഒരു വോയിസ് കേൾക്കുമ്പോഴത്തേക്കിന് കണ്ടോ കോഴിത്തരൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെയാണോ രമേശ് പിഷാരടി സംസാരിക്കണേ, ആ ഒരു സെൻസിലോട്ട് ആൾക്കാരിലോട്ട് എത്തുന്ന തരത്തിലാണ് ഈ ഒരു ഇത്രയും ഭാഗം മാത്രം കേൾക്കുമ്പോഴത്തേക്കും എത്തുന്നത്. ഇതേ ശ്വേതാമേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ബോണ്ടിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ സംസാരിച്ചല്ലോ. ഇനിയും കിടിലെന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇവർ ഒരുമിച്ച് ജഡ്ജസ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ടൈമിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത് എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടിരുന്ന് ഫോൺ വിളിച്ച സമയത്തോ ഒന്നും ഉണ്ടായിരിക്കുന്ന സംഭവമല്ല. എല്ലാ മലയാളികളും കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ പറയണം, ശ്വേതാമേനോൻ ഇതൊന്നും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ്. നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് ഇത്തിരി പേസ്റ്റ് പല്ല് വെച്ചിട്ട് വാ. ഇല്ല, വേണ്ട 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 വേണ്ട, അരുത് മാ നിഷാദ. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ അല്ലേ, രക്ഷോട്ടിരിക്കുക ഞാൻ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഫസ്റ്റ് പുള്ളി ആ പേസ്റ്റിനെ പറ്റി പറഞ്ഞത് കൊണ്ട്, പേസ്റ്റ് എവിടെ ഉപയോഗിക്കും, നമ്മൾ ബായിൽ ബ്രഷ് ചെയ്യുക, ഈ ഒരു സംഭവം ആയതുകൊണ്ട് നേരെ വന്നിട്ട് ഒരു മുത്തം അങ്ങോട്ട് കൊടുത്തു.
ഇനി സോപ്പിനെ പറ്റിയായിരുന്നു പറഞ്ഞെങ്കിലോ, സോപ്പ് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നത് ദേഹത്തൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിശു ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ. അത് പറയുമ്പോഴത്തേക്കിന് അവിടെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്വേതാജി. ഓക്കെ, ഇത് എല്ലാ ആളുകളും കാണുന്നൊരു ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ടൈമിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ രീതിയിൽ ചിരിച്ചു കളിച്ച് സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്ത കേൾക്കാം. ഒരു പാഠം വിട്ടുപോയി. എന്താ? കിന്നാരത്തുമ്പികൾ. പിന്നെ ഒന്നുകൂടി കാമസൂത്ര. അത് വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ്. കേട്ടപ്പോൾ തന്നെ രമേശ് പിഷരടി ഛേ എന്നുള്ളൊരു മൂഡിൽ, ആ ഒരു ഫൺ മൂഡിൽ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ട്. എല്ലാവരും കാണുന്ന ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാന്നേ. ഇത് ഇംഗ്ലീഷ് മൂവിയാടാ. ഏതാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. നമ്മുടെ രമേശ് ജി അവിടെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇംഗ്ലീഷ് അങ്ങനെ മൂവി ആയിട്ടൊന്നും കാണാറില്ല. പിന്നെ എങ്ങനെയാ കാണണേ? ഞാൻ അതിന്റെ ട്രെയിലർ മാത്രമേ കാണുള്ളൂ. മൂവി കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാണാണെന്നില്ല. അതാണ് ചില സമയങ്ങളിൽ നമുക്ക് അതുപോലെയാണ്. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് അതിന്റെ കഥ തന്തു എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പിടുത്തം കിട്ടി എന്നുള്ളത് വരത്തില്ല. ബാക്കിയേക്കാം. നിങ്ങൾ കുറെ കാവച്ചുള്ള കളങ്കമുള്ള മനസ്സുള്ള ആൾക്കാരാണ്, അതാണ് പ്രശ്നം. എനിക്കത്ര കളങ്കമില്ലല്ലോ. ഇല്ല ഞങ്ങളുടെ വാട്സപ്പിൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സാംസ്കാരിക ചിന്തകൾ മാത്രമേ അതിൽ വരാറുള്ളൂ. അങ്ങനെ സാംസ്കാരിക ചിന്തകളെ പറ്റിയിട്ട് സംസാരിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട്. ചില ഗ്രൂപ്പുകളുടെ തുടക്കം തന്നെ ഏതെങ്കിലും നീല കൊടുവേലിയോ നീല താമരയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പല ആളുകളും അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ, സാംസ്കാരികമായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ പേരുകൾ ഇടാറുള്ളത്. എന്താ ഗ്രൂപ്പിനെ പറ്റിയിട്ടാ പറഞ്ഞത് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അത് തന്നെ, ആ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അമ്മ ഇരിച്ചിച്ച് വീഡിയോസ് ഒക്കെ എടുത്ത ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ ആ ഒരു ഡബിൾ മീനിങ് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ശ്വേതാ മേനോൻ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓസോൺ പാളിയിലെ തുള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഓസോൺ പാളിയിലെ തുളേ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് അവര് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഓസോൺ പാളിയിലെ തുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ചിരി വന്നത് എന്തുകൊണ്ടാണ്? അവർ ആ ഒരു ഇതിലൊരു ഡബിൾ മീനിങ്, ആ ഒരു സെൻസിലൊക്കെ അങ്ങനെ വിചാരിച്ച് ആസ്വദിച്ചല്ലേ അവിടെ ചിരിക്കണേ. ഭയങ്കര സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അമേരിക്കൻ ടൈമാ. രാത്രി 9 മണി കഴിയുമ്പോഴേ ഗ്രൂപ്പ് ഉണരുള്ളൂ. അത് ചിലരങ്ങനെയാണ്. ഈ ഒരു അമേരിക്കൻ ടൈമിൽ ഇതുപോലെ വിദേശ യാത്ര നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ശ്വേതാ മേനോൻ ജീനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലേഡിയാണ് പറഞ്ഞത് ഇതുപോലെ ഞാൻ അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ മോശമായിട്ട് ഇത് പറഞ്ഞു അങ്ങനൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ അവരുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിന്റെ ഇടയിൽ സംസാരിക്കുന്ന ഒരു രീതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഡബിൾ മീനിങ് ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഇവരെ ചെയ്യുന്നതാണ്. അത് ശ്വേതാജി ആണെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ പോകുന്നതാണ്. പിന്നീട് ഒരു സമയത്തേക്ക് ഇങ്ങനെ ഈ ഒരു മാമി സംഘടന ഇതുപോലെ നാറിയിരിക്കുന്ന സമയത്തേക്കിന് ഇതുപോലെ വിളിച്ചിട്ട് ഈ ഒരു കോൾ റെക്കോർഡിങ് പുറത്തോട്ട് വിട്ടേക്കുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഭയങ്കര മോശമാണ്, ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം ശ്വേതാജി ഇപ്പം പുള്ളിക്കാരൻ അങ്ങനെ സംസാരിച്ചത് അവരുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലായതുകൊണ്ട് പുള്ളിക്കാരി അൺകംഫർട്ടബിൾ ആണെങ്കിൽ കൂടി സംസാരിക്കാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത് സംസാരിക്കുന്ന സമയത്തേക്ക് പുള്ളിക്കാരി അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അതിനനുസരിച്ചുള്ള രീതിയിലെ പെരുമാറ്റം പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. ഇതിപ്പം ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം നമ്മളാണെങ്കിലും ക്ലോസ് സർക്കിളിലൊക്കെ ആണെങ്കിൽ ആൾക്കാരുടെ അടുത്ത്, ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ആധുനിക മനുഷ്യനെ പറ്റിയിട്ട് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലേ എന്ന് കരുതിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ പുറത്തെടുത്ത് വിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്നാ ചീപ്പ് പരിപാടിയാ. ഒരുമാതിരി സ്നേക്കിന്റെ പരിപാടിയല്ലേ അവിടെ കാണിച്ചത് അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ബീന ആന്റണി പുള്ളിക്കാരി കഴിഞ്ഞ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതുകൂടെ ഒന്ന് കാണാം. ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിനും ചോദിക്കാം. പക്ഷെ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ അതിലൊരു അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ അല്ല, ഞാൻ അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നൊരു ഇഷ്യൂ. അപ്പൊ ഞാൻ എന്റെ ഒരു ക്ലാരിറ്റി പറയുകയാണെ, എന്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം.
അപ്പൊ അന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ഞാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയടക്കമുള്ള ശ്വേതയുടെ ആ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. അത് എപ്പോഴും എന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ എന്താണ് സ്പ്ലിറ്റ് ആയിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു. പക്ഷെ അന്ന് ഈ പിഴവുകളെക്കാൾ ഉപരി ഒരു പിഴവ് സംഭവിക്കുമ്പോഴത്തേക്കിന് ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് അത് എന്നൊക്കെയാണ് അതൊക്കെ ആലോചിക്കണ്ടേ. അപ്പൊ അത്രയും ചീപ്പായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങൾ അവരവിടെ ചെയ്തു. ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. എന്താണ് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനതിൽ ഒപ്പിട്ട ആളാണ്, ഇവർ നിൽക്കേണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഒരു 45 days കൊടുക്കാമെന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവർ രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്ത് വന്ന് മാധ്യമങ്ങളെ കാണുന്നു. ശ്വേത പറയുന്നു ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയുക ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോൾ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോൾ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും ഒരു പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ല ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണസമിതി ഇനിയും തുടരും എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പിന്നെയും പോവുമല്ലേ? ശ്വേത ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നമ്മൾ നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു. ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ചേട്ടനൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നമ്മുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. താങ്ക് യു. മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ജി ഇവരൊക്കെ ആണെങ്കിലും ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു സ്റ്റേണായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഇങ്ങനെ ഒരു സംഘടന ഇപ്പം AMMA എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ അമ്മ എന്ന് വിളിക്കണം നമുക്ക് തോന്നണമെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തികൾ അതിനനുസരിച്ചുള്ളതാവണം അല്ലേ? ഇത്രയും നാറിയ ഒരു സംഘടന ഇപ്പം ഹരീഷ് പേരയുടെ തോന്നുന്നു പുള്ളിയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ഉമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള പുള്ളിയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ശ്വേത മേനോൻ ഇവരെ പോലുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോഴത്തേക്കിന് ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതിലും ഭേദം ഇവരെ ഏതെങ്കിലും LKG പിള്ളേരുടെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ലീഡർ ആക്കുക. അതാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ആ LKG പിള്ളേർ പോലും ഇവരെ വേറെ വല്ലതും വിളിച്ച് പറയും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇവരെക്കാട്ടി വലിയ വിവരം ബോധമുണ്ട് സീരിയസ്ലി. അല്ലാതെ പിന്നെ എന്താ പറയുക ഇതിനെയൊക്കെ എന്നിട്ട് ഇത്രയും തരംതാണ രീതിയിൽ ഇങ്ങനെ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്കിടയിൽ ഇപ്പോൾ രമേശ് പിഷാരടി ഇതുപോലെ വന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന എന്തെങ്കിലും ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ ശ്വേതാജി ഇതുപോലെ പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് രമേശ് പിഷാരടി അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി അവിടെ ഡീസൻ്റായിട്ട് നിന്നിട്ട് കണ്ടില്ലേ ശ്വേത മേനോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രേമമാണ് അങ്ങനെ കൂടി നിൽക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെ വേറെ രീതിയിൽ വന്നിട്ട് അങ്ങനെ ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ പുള്ളി അത് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ള ഒരു ട്രസ്റ്റിന്റെ പുറത്ത് പുള്ളി ആ ഒരു രീതിയിൽ സംസാരിച്ചതാണ്. അത് ഇന്ന് എഴുതിയിട്ട് ആ ഒരു വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസ വഞ്ചന തന്നെയല്ലേ ഇവിടെ പുള്ളിക്കാരി കാണിച്ചേക്കുന്നത്. ഇങ്ങനെ ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോലെ ഇങ്ങനെ പിന്നീന്ന് കുത്തുന്ന ഇത്തരം ചതി ചെയ്യുന്ന ഒരാളെ
ഒരു സംഘടനയുടെ മുൻപന്തിയിൽ അതിനെ നയിക്കാൻ വേണ്ടിയിട്ട് നിർത്താനെ കൊണ്ടുള്ള എന്ത് യോഗ്യതയാണുള്ളത്? അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഈ ഒരു സീനിലൊക്കെ ഈ സംഘടനയിൽ നിന്ന് തന്നെ ഈ സംഘടന വഴി ഞാൻ നേരത്തെ പറഞ്ഞാൽ LKG പിള്ളേരുടെ ക്ലാസ്സിൽ പോലും ലീഡറാക്കാനെ കൊണ്ടുള്ള ക്വാളിറ്റി വിവരം ബോധം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് രമേശ് പിഷാരടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ 2 ബൈറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. മറ്റേ ഓടിയോ ഭാഗ്യത്തിന് അബദ്ധമില്ല. വിശ്വാസവഞ്ചന വന്നില്ല അതിന്റെ ഇടയിൽ. എവിടെ കിടക്കട്ടെ, ജീവിതമല്ലേ. കേട്ടോ ഓട്ടിരാ മക്കളെ എല്ലാവരും കേട്ടോ. ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഈ രമേശ് പിഷാരടിയുടെ അടുത്ത് ഇവർ ചെയ്തേക്കുന്ന വലിയൊരു ചതിയാണിത്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ രമേശ് പിഷാരടിയുടെ അവസ്ഥനെ പറ്റിയിട്ട് മറുനാടൻ മലയാളിയിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അതെ, ഇന്നലെ ഞാൻ പിഷുവിനെ വിളിച്ചു. എന്ത് സംഭവിച്ചു എന്നറിയാൻ വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി, ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യന്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നേവരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്കുപോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കി കൊടുത്തതിന്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. ഈ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഇനിയും ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിൽ പറയുക. പിന്നെ എൻ്റെ ഒരു ഇത് എന്താണെന്ന് ഞാനൊരു വിഷയത്തിൽ പറയാം. ഇവിടെ 2 ഫ്രണ്ട്സ് ആൾക്കാർ അവർക്കിടയിലോട്ട് അവർ അല്ലാതെ ഇത്രയും ആളുകൾ കാണുന്നൊരു ഷോയിലിരുന്ന പോലെ ഇതുപോലെ ഡബിൾ മീനിങ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ശ്വേതാ മേനോനും രമേശ് പിഷാരടി ഇവരെല്ലാവരും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ഫോൺ കോളിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ഷോയിൽ കണ്ടേക്കുന്ന സംഭവങ്ങൾ ഇവരൊരു ഫോൺ കോളിന് അപ്പുറം ഇപ്പുറം എന്നിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ ഫേസ് ഒന്നും ഇല്ല. ഈ സംഭവം ശ്വേതാ മേനോൻ ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം അങ്ങനെ വരുവാന്നിരിക്കട്ടെ, ഇത് ഏതൊരു ലെവലിലോട്ട് ഇനി അടുത്ത പോകും? സിമ്പിളായിട്ട് അത്ര ആലോചിക്കുക. ആ ഒരു സംഭവം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ആ രീതിയിൽ സംസാരിച്ചാണ് പല ഫ്രണ്ട്സും അവർക്കിടയിലോട്ട് ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ജോക്സ് കാര്യങ്ങളൊക്കെ പറയാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സംഭവത്തെ എടുത്ത് വെച്ച് ലീക്ക് ആക്കിയേക്കുന്നത് ഭയങ്കര ചീപ്പായി പോയി എന്നുള്ളത് തന്നെ പറയാൻ എനിക്കുള്ളൂ. ഇതാണ് ഞാൻ ഈ കണ്ടതിൽ ഈ വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാൻ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.